മിനിക്കഥ ഏകാന്ത പതികൻ. രചന തോമസ് കാവാലം. കഥയ്ക്ക് ശബ്ദം നൽകിയത് ഷീല മോഹൻ. മണ്ണിൽ നിന്നും ചെരുപ്പ് ശക്തിയോടെ വലിച്ചൂരിക്കൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ മാർട്ടിൻ ഓർത്തു, താനും തൻ്റെ കൊച്ചു കുടുംബവും സ്വപ്നം കണ്ട മണ്ണാണിത്. അവൻ നടന്നത് ജീവിതം ബാക്കി വെച്ച അവശിഷ്ടങ്ങളിലൂടെയായിരുന്നു. ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപാണ് അവൻ നാട്ടിൽ അവധിക്ക് വന്നത്. അന്ന് വന്ന് സ്വന്തക്കാരെയും ബന്ധുക്കളെയും എല്ലാം കൊണ്ടുപോയതാണ്. ഇന്ന് വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് പോരുമ്പോൾ തനിക്ക് കാണാനോ ഉറ്റവരും ഉടയവരുമായി ആരുമില്ലെന്നുള്ള ദുഃഖസത്യം അവൻ്റെ ചങ്കിൽ തീ കോരിയിട്ടു. ഒരിക്കൽ ഈ വീട്ടിൽ ചിരിയുണ്ടായിരുന്നു, സന്തോഷവും ദുഃഖവും പങ്കുവച്ചിരുന്നു. പെട്ടെന്നൊരു ദിവസം അഗ്നി അതിൻ്റെ എല്ലാ തീവ്രതയോടും കൂടി 3-4 വീടുകൾ ചാമ്പലാക്കി കളഞ്ഞു. അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അവൻ്റെ പ്രിയപ്പെട്ട അച്ഛനും അമ്മയും, അവൻ്റെ ജീവനായ ഭാര്യ ലിഷ. ഇപ്പോൾ ഓർമ്മിക്കുമ്പോൾ പോലും ഹൃദയം തുളച്ചു വരുന്ന വേദന. അവൻ്റെ ഭാര്യയും 2 പെൺമക്കളും 2 പിഞ്ചോമനകൾ ലിജിയും ലിനിയും. അവർ പോയി. ഒരു രാത്രിയിലെ തീപിടുത്തത്തിൽ ആ നിലവിളികൾ ഇപ്പോഴും അന്തരീക്ഷത്തിലും അവൻ്റെ മനസ്സിലും പ്രതിഫലിക്കുന്നത് പോലെ അവന് തോന്നി. ആ വേദനയുടെ തീയിൽ നിന്നും ഇന്നും അവൻ രക്ഷപ്പെട്ടിരുന്നില്ല. ആ വീടിൻ്റെ ചാരം ഇന്നും അവൻ്റെ പാദങ്ങൾക്ക് ചുറ്റുമായി കിടന്നിരുന്നു. അതിൽ ഒരു ഭാഗമെങ്കിലും തൻ്റെ പ്രിയപ്പെട്ടവരുടെ ശരീരങ്ങളിൽ നിന്നുള്ളതാണെന്ന് ഓർത്തപ്പോൾ അവൻ്റെ വേദന ഇരട്ടിച്ചു. ചാറ്റൽ മഴ വീണു നനഞ്ഞ മലഞ്ചെരുവിൽ ഒരു മരച്ചുവട്ടിൽ അവൻ ഇരുന്നു. കൊണ്ടുവന്ന ബാഗിൽ നിന്ന് 7 വയസ്സുള്ള മകൾക്ക് വേണ്ടി കരുതിയിരുന്ന നീല ക്ലിപ്പും മാലാഖമാരുടെ ചിത്രങ്ങളുള്ള ഫ്രോക്കും അവൻ കയ്യിലെടുത്തു. 2 വയസ്സുള്ളവർക്ക് വേണ്ടി കൊണ്ടുവന്ന നൃത്തം വയ്ക്കുന്ന പാവ അവൻ കയ്യിലെടുത്ത് അതിൻ്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ അവൻ കണ്ടത് അവൻ്റെ കുഞ്ഞിനെയായിരുന്നു. ഭാര്യയുടെ ഫോട്ടോ അവൻ കയ്യിലെടുത്ത് ചുണ്ടോടടുപ്പിച്ചപ്പോൾ ചെറിയ മഴത്തുള്ളികൾ അവയെ നനച്ചു. അവൻ കണ്ണുനീർ പൊഴിച്ചു. എന്നെ ആരും വിളിക്കുന്നില്ല, എൻ്റെ ശബ്ദം കേൾക്കാൻ ചെവികളില്ല, അവൻ ആത്മകഥം ചെയ്തു. അവൻ്റെ ചുണ്ടുകൾ എന്തൊക്കെയോ ദുഃഖത്തോടെ പിറുപിറുത്തു. മാർട്ടിൻ എഴുന്നേറ്റ് പാതയുടെ അരികിലേക്ക് നടന്നു. മുന്നിൽ കനത്ത പാറക്കുഴി, കോട മഞ്ഞുകൊണ്ട് താഴ്വര അദൃശ്യമായിരുന്നു. ഒരു നിമിഷം എല്ലാം ഇവിടെ അവസാനിപ്പിച്ചാലോ എന്നവൻ ചിന്തിച്ചു. ആത്മാവിനെ വിട്ടുകൊടുക്കാൻ സമ്മതമല്ലാത്തവരുടെ നിലവിളി അവൻ കേട്ടു. താനും ആ വഴിയെടുത്താൽ അവർ ഒരിക്കലും അത് പൊറുക്കില്ല. ജീവിതം ഒന്നേയുള്ളൂ, അത് ജീവിച്ചു തീർക്കണം, അവൻ്റെ മനസ്സ് പറഞ്ഞു. ഒരു നിമിഷം മാത്രം അവൻ ചുറ്റും നോക്കി. ഒരിക്കൽ ഉണ്ടായിരുന്ന ജീവിതത്തിന്റെ ശൂന്യത നിഴലുകളായി അവന് ചുറ്റും കിടന്നിരുന്നു. പെട്ടെന്നൊരു സ്വരം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. നാരായണ കിളികളുടെ ചിലക്കിലുകൾക്കിടയിൽ അതൊരു മനുഷ്യ സ്വരമാണെന്ന് തിരിച്ചറിയാൻ അവന് സമയമെടുത്തു. അങ്കിൾ, അങ്കിൾ. 4 വയസ്സു മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി. ജീവിതം പോലെ മധുരതരമായ സ്വരം. ആരാണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ അവൻ ആ കുഞ്ഞിനെ ഭാര്യയെടുത്ത് ഉമ്മ വെച്ചു. ആരും ആരൊക്കെയോ ആയിത്തീരുന്ന നിമിഷങ്ങളായിരുന്നു അത്.